രാവിലെ തന്നെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരൊക്കെ പോവാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്. ഒരു 9:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായിട്ട് പള്ളിയുടെ അവിടേക്ക് നിന്നു. അവിടെ നിന്നാണ് മുണ്ടൂർക്ക്, പിന്നെ അത് കഴിഞ്ഞാൽ ഗുരുവായൂർക്കും കൂടി ഉണ്ട്. അങ്ങനെ പോകാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. എപ്പോഴും ഇങ്ങനെ ഈ റൂട്ടിൽ തന്നെയാണ് പോവാറ്. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് 9:30 തൊട്ട് നിന്നിട്ട് 10:15 ബസ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് കയറി ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 11:30 11:15 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി എഴുതിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അമ്മ എന്തോ നേർന്നിട്ട് കുറേ കൊല്ലം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു കുറച്ച് പൈസ. അപ്പോൾ അതും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എന്താ ഫോണും ചെരുപ്പും അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മുടക്കൂസ് ആയതുകൊണ്ട് തന്നെ കുറേ കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയാണെങ്കിൽ ഗുരുവായൂർ എത്തി എന്നുള്ളൊരു ആശ്വാസത്തിൽ വേഗം ഇങ്ങനെ നടക്കുക തന്നെയായിരുന്നു. ഞങ്ങളിനൊക്കെ മറക്കായിരുന്നു. ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ക്യൂവിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തൊഴാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പോൾ തിരക്ക് കുറവായിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ നന്നായിട്ട് തൊഴുത് ഇറങ്ങിയപ്പോൾ ഒരു 4:30 ആ ടൈമൊക്കെ 4:30 5 മണി ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചേച്ചി ആ പട്ടിക്കുട്ടീനൊക്കെ കൊഞ്ചിക്കണ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാനതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കൂടി കണ്ണന് ഇവിടെ ഇരിക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. പിന്നെ ഓടക്കുഴലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഞങ്ങൾ പപ്പടം തന്നെയാണ് വാങ്ങിക്കാറ്. പിന്നെ വേറെ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ബാക്കിലാകെ ബഹളമൊക്കെ വണ്ടികളുടെ ഒക്കെ. ഇങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ പൂജിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു 4-5 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ വേഗം ബസ് കയറാൻ വേണ്ടിയിട്ട് നടന്നു. വീട്ടിലെത്താൻ ഇനി ലേറ്റ് ആവണ്ട വെച്ചിട്ട്. പിന്നെ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നതായിരുന്നു. ബസ്സിൽ അപ്പം കയറിയതാണ്. പിന്നെ തൃശ്ശൂർ എത്തിയപ്പോഴാണ് എണീക്കണത്. അത്രയും നേരം ഞാൻ ഉറങ്ങുന്നതായിരുന്നു. എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണമാതിരി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നടക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് നോക്കിയിട്ടാണ്. ബാഗും ചെരുപ്പൊക്കെ കട ഏതാന്ന് നോക്കിയിട്ടാണ് നടക്കുന്നത്. കുറേ തപ്പി നടന്നു, ബട്ട് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം സ്ഥിരം ഫ്രൂട്ട്സ് വാങ്ങിക്കാറുള്ളടത്തു നിന്ന് വാങ്ങിയിട്ട് പോയി. ഗുരുവായൂർക്ക് പോയിട്ട് വീട്ടിൽ എത്തിയപ്പോൾ സമയം ഒരു 8 മണി കണ്ട 8 മണിയായിട്ടുണ്ട്. പിന്നെ ബാഗ് വാങ്ങിയത്